ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫസ്റ്റ് ഫ്ലേവേഴ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായ റെസിപ്പിയാണ്, എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പി കൂടിയാണ്. അതായത് നമ്മുടെ ബീഫ് ചില്ലി ഫ്രൈ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ആൻഡ് മറക്കാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീഫ് വേവിച്ചെടുക്കലാണ്. അപ്പോൾ ബീഫ് ഞാൻ കട്ടൊന്നും ചെയ്യുന്നില്ല. വേവിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണോ കിട്ടിയത് അതേപോലെ തന്നെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ജസ്റ്റ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണം. സെയിം അളവിൽ നമ്മൾ വേവിച്ച ശേഷമാണ് ഇത് പീസസ് ആക്കി മുറിക്കാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 kg ബീഫാണ്. അതിലേക്ക് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടിയിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 5 to 6 വിസിൽസ് എങ്കിലും വേണം. പക്ഷേ ചില ബീഫ് നല്ല വേവ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വേവിച്ചെടുക്കുക. പക്ഷേ ഫുള്ളായിട്ട് വേവിക്കേണ്ട. ഒരു 80% കുക്കായ ഉടനെ നമുക്കിത് നിർത്തിയിട്ട് പൊരിക്കണ സമയത്ത് ബാക്കി വെന്തോളും. ബീഫ് ചില്ലിക്ക് എപ്പോഴും ബോൺലെസ് ബീഫ് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പീസസ് ആക്കി മാറ്റണം. അപ്പോൾ വേവിച്ചെടുത്തപ്പോൾ ഇത്രയേ കിട്ടിയുള്ളൂ കേട്ടോ. ബീഫ് അറിയാമല്ലോ, വെന്ത് കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കാണ് മുറിച്ചെടുക്കേണ്ടത്. ഈ ഒരു വലുപ്പത്തിലേക്ക്. ഒരുപാട് തിക്നെസ് പാടില്ല, എന്നാൽ ഒരുപാട് തിന്നാവാനും പാടില്ല. ബിക്കോസ് നമ്മൾ മസാല പുരട്ടി പൊരിക്കുമ്പോഴേക്കും അത് മുറിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ മുറിച്ചെടുക്കാൻ പോകുന്നത്. എന്നാൽ നമുക്ക് കറക്റ്റ് പാകത്തിന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ പീസസ് ആക്കി നമുക്ക് ബീഫെല്ലാം മുറിച്ചെടുക്കാം. അപ്പോൾ ബീഫെല്ലാം പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേഷന് വേണ്ടിയുള്ള മസാല ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഒരു 1 tablespoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് അരഞ്ഞ പേസ്റ്റ് ആയിരിക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയുടെ എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസൃതം മാറ്റിയെടുക്കാം കേട്ടോ. സ്പൈസി വേണ്ടവർക്ക് കൂട്ടാം, അല്ലെങ്കിൽ കുറവ് വേണ്ടവർക്ക് കുറച്ചെടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഓപ്ഷണലാണ്, പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണവും ടേസ്റ്റും ആണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓപ്ഷണലായ ഒരു സംഭവമാണ് ഫുഡ് കളർ ചേർക്കൽ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മളെല്ലാം ഡ്രൈ ഐറ്റംസ് ആണല്ലോ ചേർത്തത്. അപ്പോൾ ഇതൊന്ന് മാരിനേഷൻ ആക്കി എടുക്കാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് സുർക്ക കൂടി ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. മിക്സ് ആക്കി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം. ഒരുപാട് പ്രഷർ കൊടുത്ത് മിക്സ് ചെയ്യരുത്. അപ്പോൾ ബീഫ് പൊട്ടിപ്പോവും. അതുപോലെ തന്നെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് വേണം മസാല മാരിനേറ്റ് ചെയ്ത് വെക്കാൻ. ഒരുപാട് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് പൊരിച്ചെടുക്കുമ്പോൾ ആ ഒരു നല്ലൊരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഈ ഒരു ടെക്സ്ചറിൽ ഈ ഒരു പരുവം കണ്ടില്ല, ഈ പാകത്തിലാണ് നമുക്ക് മസാല വേണ്ടത്. അപ്പോൾ ബീഫിലെല്ലാം നന്നായിട്ട് മസാലാസ് കോട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മിനിമം 1/2 hour എങ്കിലും മാരിനേഷൻ ചെയ്ത് വെക്കണം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ സ്പെഷ്യലി നമ്മൾ ഇതിൽ പറയുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വേറെ ഓയിൽ യൂസ് ചെയ്താൽ ഇത്രയും ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായ ശേഷം കേട്ടോ. എണ്ണ ചൂട് കുറവാകുമ്പോൾ നിങ്ങൾ ആ ബീഫ് ഇടുമ്പോൾ ആ മാരിനേഷൻ എല്ലാം ബീഫിൽ നിന്ന് ഇളകിപ്പോരും. അതുകൊണ്ടാണ് എപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം എണ്ണ ചൂടായ ശേഷം വേണം ബീഫിൻ്റെ ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ. ഒന്നിച്ചിടരുത്, 1 by 1 ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഓവർ ക്രൗഡ് ചെയ്യരുത്. കുറച്ചായിട്ടുള്ള ബാച്ചസിൽ വേണം പൊരിച്ചെടുക്കാൻ. ഒരുപാട് ക്രൗഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് മുറിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാച്ചായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കൽ വേവിച്ച ബീഫാണ്, അതുകൊണ്ട് മാക്സിമം 3 minutes കേട്ടോ. അതിന് മുകളിൽ ഇത് പൊരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം മുരിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ബീഫ് ഫ്രൈ റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ഓപ്ഷണൽ സ്റ്റെപ്പായി കണക്കാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഒരു ഇത് ചെയ്ത് ഇടുമ്പോഴാണ് ബീഫിന് നല്ലൊരു മണം വരിക. നമ്മൾ ബീഫ് വറുത്തെടുത്ത് അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു പിടി കറിവേപ്പിലയും ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി നന്നായിട്ട് മൊരിച്ചെടുത്ത ശേഷം ഈ ബീഫിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് പലരും നമ്മളിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കും. ഇത് ഗാർണിഷിങ്ങിനല്ല, ആ ഒരു ഫ്ലേവർ ആ ബീഫിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്
ഈ രണ്ട് സംഭവങ്ങൾ, അതായത് ഈ കറിവേപ്പിലയും നമ്മുടെ പച്ചമുളകും കൂടി പൊരിച്ചിടുമ്പോഴാണ് ആ ബീഫ് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും മണവും ടേസ്റ്റും ഉണ്ടാവുക. ഇത് കൂടി ചേർത്ത് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് ചില്ലി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് അപ്രിസിയേഷൻ കൂടി കിട്ടും കേട്ടോ, കാരണം നല്ലൊരു ടേസ്റ്റാണിത്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ പുതിയൊരു വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്.